ചന്തു, ആർ യു റെഡി? എവിടെ? വായിക്കാം. ഇത് കഥയാണ്. ഇന്നത്തെ കഥയുടെ പേരെന്താ അറിയോ? പിപ്പുവിനെ പറ്റിച്ചേ. എന്താണ്? യെസ്. ഒരു ദിവസം കിങ്ങിണിക്കാട്ടിൽ എല്ലാരും ഓടിച്ചാടി കളിക്കുകയായിരുന്നു. അപ്പോ പിപ്പു പുലി അവിടേക്ക് വന്നു. പിപ്പുവിനെ കണ്ടതും എല്ലാരും പേടിച്ചുപോയി. പിപ്പു പെട്ടെന്ന് മുന്നിലേക്ക് വന്നതും ആർക്കും ഓടി രക്ഷപ്പെടാനും പറ്റിയില്ല. അയ്യോടാ, മുയലും കരടിയും ഒക്കെ കളിക്കണ സമയത്തേ ഒരു പിപ്പുപുലി വന്നു അവിടേക്ക്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവര് കണ്ടില്ല വന്നത്. അപ്പോ പുലി പറഞ്ഞു, ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട, എല്ലാത്തിനെയും ഞാൻ ശരിപ്പെടുത്തും. പിപ്പു അലറി. അപ്പോ അയ്യോ, ഇനി എങ്ങനെ രക്ഷപ്പെടും? അവരെല്ലാം എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു നിന്നൂട്ടാ ചന്തു. എന്താ ചെയ്യാ? പിപ്പുപുലിയുടെ വായിൽ പെടില്ലേ എല്ലാവരും. പേടിയായി എല്ലാവർക്കും. പെട്ടെന്ന് ചിഞ്ചുമുയലിന് ഒരു സൂത്രം തോന്നി. അവൾ നേരെ പിപ്പുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞങ്ങള് ചേട്ടനെ പോലെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ പിപ്പുപുലി പറഞ്ഞു, എന്തിനാ കാത്തിരിക്കണേ ചോദിച്ചു. ഞങ്ങൾ ഒളിച്ചു കളിക്കാൻ പോവാ. ചേട്ടനും ഞങ്ങളുടെ കൂടെ ഒളിച്ചു കളിക്കുന്നോ? ചിഞ്ചു ചോദിച്ചു. മുയല് ചോദിച്ചു കേട്ടാ. മുയലൊരു സൂത്രക്കാരിയാണ് കേട്ടാ. കളി എന്ന് കേട്ടതും പിപ്പുപുലി പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. ഞാനുമുണ്ട് കളിക്കാൻ, പിപ്പു പറഞ്ഞു. എന്നാൽ കണ്ണടച്ച് നിന്നോളൂ, അപ്പോ ഞങ്ങൾ ഒളിച്ചിരിക്കാം. കണ്ണു തുറന്ന ശേഷം ഞങ്ങളെ കണ്ടുപിടിക്കണം പറഞ്ഞു ചിഞ്ചുമുയല്. അപ്പൊ പിപ്പു പറഞ്ഞു, ഈ കളി കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടാ. പിപ്പു ഉടനെ കണ്ണടച്ച് 1 2 3 4 എങ്ങനെയാ കണ്ണടച്ച് നിന്നിട്ട് ഒളിക്ക് ഇവിടെ നിന്ന് ഒളിച്ചാ മതി. എങ്ങനെയാ? അമ്മ ഒളിച്ചു. അതുപോലെ ബാക്കി മുയലുകളും ഒക്കെ ഒളിക്കാൻ പോണു. ആ തക്കത്തിന് എല്ലാവരും എന്ത് ചെയ്തു? അവിടെ നിന്നും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് പിപ്പു കണ്ണു തുറന്നിട്ട് ഐ ഫൗണ്ട് യു പറയാൻ നോക്കിയപ്പോഴേ ആരെയും കാണാനില്ല അവിടെയൊന്നും. തന്നെ പറ്റിച്ച് രക്ഷപ്പെടാനുള്ള സൂത്രമായിരുന്നു ഇതെല്ലാം എന്ന് അവന് മനസ്സിലായി. നാണിച്ചു പോയ പിപ്പുപുലി അവിടെ നിന്നും വേഗം സ്ഥലം വിട്ടു. പിപ്പുപുലിയുടെ വായിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ ചിഞ്ചുമുയല് ഒപ്പിച്ച പണിയായിരുന്നു അത് പിപ്പുപുലിക്ക് മനസ്സിലായില്ല. ഇഷ്ടായ കഥ? ചന്തുന് ഇഷ്ടായ കഥ? എന്താ? പിപ്പുപുലിയുടെ കഥ അല്ലേ?